ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷയില്ലാതെ ഞാൻ പോയി കണ്ടൊരു പടമാണ് മാർക്കോ. എനിക്ക് പ്രതീക്ഷയില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഹനീഫ് അദേനിയാണ്. പുള്ളിയുടെ ബോസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടതോടുകൂടി പുള്ളിയിലുള്ള എല്ലാ പ്രതീക്ഷയും പോയതായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഒരു വല്ലാത്തൊരു കമ്പാക്കാണ് പുള്ളി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ണിമൂന്തൻ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ മാർക്കോടെ ഇറങ്ങുമ്പോൾ പോലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധാരണ ഓഡിയൻസിനെ സംബന്ധിച്ച് ഒരു ഔട്ട്സ്റ്റാൻഡിങ് മലയാളത്തിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് മാർക്കോ എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് വയലൻസ് ആക്ഷൻ സിനിമകളിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഹനീഫ് അദേനി കൂട്ടരും നടത്തിയിരിക്കുന്നത്. ഇനി മറുവശം നോക്കുകയാണെങ്കിൽ റൈഫിൾ ക്ലബ്ബ് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ പോയി കണ്ടൊരു സിനിമയാണ് ഈ സിനിമ. കാരണം അറിയാലോ, ശ്യാം പുഷ്കർ, ദിലീഷ് നായർ, ആഷിഖ് അബു കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ജമ്മാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ പണ്ടൊരു ഡിസംബറിൽ ഏതാണ്ട് 6-7 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു മായാനദി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമ അന്ന് കാണുമ്പോഴും ഏതാണ്ട് 6-7 പേരേ ഉള്ളൂ മായാനദി കാണുമ്പോൾ. പിന്നീട് മായാനദി ഭയങ്കരമായിട്ടൊരു ട്രെൻഡ് ആവുകയാണ് ഇത്. ആൻഡ് അഗെയിൻ ആ ഒരു കൂട്ടുകെട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് കൊണ്ടും പിന്നെ ആഷിഖ് അബുവിൻ്റെ ഒരു വേഴ്സറ്റൈൽ ഡയറക്ടറാണ് ശരിക്കും ആഷിഖ് അബു. പുള്ളി ചെയ്യാത്ത പാറ്റേണുള്ളൊരു സാധനമാണ് ശരിക്കും പുള്ളി ചെയ്തത്. ഗ്യാങ്സ്റ്ററാണ്, ഇതിനു മുമ്പ് അത് പരാജയമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗൺസ് ആൻഡ് എക്സ്പ്ലോസീവ് മൂഡിലുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ക്വൻറ്റിൻ ടാരന്റിനോടെ ഒരു ജാങ്കോ അൺചെയിൻഡിൻ്റെ ഒരു ഫീല് എനിക്കടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആരും ചെയ്തിട്ടില്ല. ആഷിഖ് അബുവിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതൊക്കെ മേലെയാണ്. അപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഹനുമാൻ കൈൻഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുണ്ട്. ഷോ സ്റ്റീലർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വിജയരാഘവനും ഈ പറഞ്ഞ ദിലീഷ് പോത്തനുമാണ്. ഇവർ രണ്ടുപേരുമാണ് ആ സിനിമയുടെ മെയിൻ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസ് നല്ലതാണ്. പിന്നെ റെക്സ് വിജയൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ട കേസാണ്. ചില സിനിമകൾ അങ്ങനെയാണ്, അവർ ഒരുപാട് പ്രൊമോഷൻ മെറ്റീരിയൽ ഒന്നും ഇറക്കിയില്ല, പക്ഷേ എങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഒടുക്കത്തെ ഹൈപ്പായിരിക്കും. ചില ആളുകൾക്ക്, എന്നെ സംബന്ധിച്ച് റൈഫിൾ ക്ലബ്ബിൽ ഒരു ട്രെയിലർ, ഒരു സോങ്ങിൻ്റെ ഒരു ലിറിക്കൽ വീഡിയോ മാത്രമേ അങ്ങോട്ട് ഇറക്കിയിട്ടുള്ളൂ. പക്ഷേ ആ സിനിമയ്ക്കാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. ജസ്റ്റ് എൻ ഓക്കെ ഫിലിം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പടം പോയിട്ടില്ല. അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ആ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഒരു മിനിമൽ ടെംപ്ലേറ്റ് പോലെ ആക്കി കളഞ്ഞ്. ആ സിനിമയിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു സംഭവം ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ എന്നിരുന്നാലും ആ സിനിമ ഒരു ഓക്കെ പടം, അത്രയേ ഉള്ളൂ. നമുക്ക് മോശമൊന്നും പറയാൻ പറ്റത്തില്ല. പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരു സംതൃപ്തി ഇല്ലാത്തൊരു രീതിയിലായിരുന്നു. പിന്നീട് ഈ മാർക്കോയെ പറ്റിയുള്ള ഒരു ഹൈപ്പ് മീറ്റർ കയറാൻ തുടങ്ങിയത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജഗദീഷ് ഏട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ജഗദീഷ് ഏട്ടൻ പറയുണ്ടായി, ഞാൻ ഇന്ന് വരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് മാർക്കോയിൽ ചെയ്തിരിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ആ സിനിമയിൽ ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ആളുകൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് മാർക്കോയിൽ. അതിൻ്റെ കൂടെ ഈ സിനിമയുടെ മാർക്കോയുടെ എഡിറ്ററായ ഷമീർ മുഹമ്മദ്, അപ്പോൾ പുള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ കണ്ട കൊറിയൻ സിനിമകളിൽ പോലും കാണാത്തത്ര വയലൻസ് മാർക്കോയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകളുടെ ഒരു ഫാൻ ബേസ് ശരിക്കും പറഞ്ഞാൽ മാർക്കോ എന്ന സിനിമയുടെ പിന്നിലുണ്ടായിരുന്നു. പിന്നെയാണ് മാർക്കോയെ സംബന്ധിച്ച് വലിയൊരു വിവാദം വരുന്നത്. ഡബ്സീനെ മാറ്റി, ഡബ്സിയുടെ പാട്ട് ശരിയായില്ല അതുകൊണ്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞ് സംഭവം വരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അനാവശ്യ വിവാദമാണ്. ശരിക്കും ഡബ്സിക്ക് പോലും ഇല്ലാത്ത പരാതികളാണ് കുറേ എണ്ണത്തിന്. അങ്ങനെ അതിൻ്റെ പേരിലൊരു വിവാദം വരുന്നു. അങ്ങനെ ആ പാട്ട് വേറെ ആരോ KGF ആരോ പാടിയ ആളെ കൊണ്ട് പാടിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റൊരു വിവാദം വരുന്നു. അവിടെ തൊട്ട് വീണ്ടും മാർക്കോയെ പറ്റി ചർച്ച വരുന്നു. മാർക്കോ ഒരു ചർച്ചാ വിഷയമാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ ആണോ പിന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ട്രെയിലർ ഒരു അടാറ് ട്രെയിലറാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ക്യാമറ വർക്ക്, സെൻസർ സർട്ടിഫിക്കറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സെൻസർ സർട്ടിഫിക്കറ്റ് പുറത്തുവിട്ടു. സർട്ടിഫിക്കറ്റ്, അതായത് 18+ ഉള്ളൊരു ആളുകൾക്ക് മാത്രം കാണാവുന്ന ഒരു സിനിമയായിട്ട് മാർക്കോ അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് നടന്ന ഒരു സിനാരിയോ എന്ന് പറയണത്, ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കോ റിലീസാവുന്നതിൻ്റെ തലേ ദിവസം ശരിക്കും നമ്മൾ ആ ഒരു ബുക്ക് മൈ ഷോയിലെ ആ ഒരു ബുക്കിംഗ് നോക്കിയിട്ടാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ഒരു സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ഇത്രത്തോളം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക്, അതായത് ചോരക്കളിയുള്ള ഒരു വയലൻസ് ഇത്രയുള്ള ഒരു സിനിമയ്ക്ക് ഇത്രയധികം ആളുകൾ ഫാൻ ബേസ് ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതെല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അങ്ങനെയാണ് ഞാനും മാർക്കോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ മാർക്കോ കാണുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മാസ് കൊമേഴ്ഷ്യൽ സിനിമയുടെ രീതിയിൽ പോകുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി സിനിമയുടെ ഒരു ലെവൽ, ഒരു ഗ്രാഫ് അങ്ങോട്ട് മാറുകയാണ്. അടാറ് സെക്കൻഡ് ഹാഫ്.
എസ്പെഷ്യലി ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ സക്സസ് ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ പ്രയത്നിക്കണമെന്ന് പറയുന്നത് എൻ്റെ ഒരു സംവിധാനം. അതുപോലെ ഉണ്ണി മൂന്തൻ എന്ന് പറഞ്ഞ ആക്ടർ എടുത്തേക്കുന്ന ഒരു എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ സിനിമാ ആസ്വാദകർ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അതിനെ ഒരിക്കലും ഇകഴ്ത്തി കാണിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നാലും ഫസ്റ്റ് പടം ഏത് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മാർക്കോ തന്നെയാണ്. കാരണം മാർക്കോ നിങ്ങളൊന്ന് കണ്ടിരിക്കണം, നല്ലതാണ്. കുറച്ചൊക്കെ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടണം. കാരണം എന്നാലാണ് ഇനി അങ്ങനത്തെ പടങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കൊറിയൻ സിനിമയായ നോമേഴ്സിയൊക്കെ കണ്ട് ഇവിടെ കിടന്ന് കൈയടിച്ചിട്ട് നമ്മുടെ ഇവിടെ ഒരു പടം വരുമ്പോഴത്തേക്ക് അയ്യേ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു അറ്റംപ്റ്റ് തന്നെയാണ് മാർക്കോ. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഫസ്റ്റ് ഞാൻ മാർക്കോ കാണാൻ പറയും, സെക്കൻഡ് റൈഫ് ക്ലബ് കൂടെ കാണണം. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഈ ക്രിസ്മസിന് ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമ.